CTV ന്യൂസിലേക്ക് സ്വാഗതം. എല്ലാ CTV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ഇന്ന് സെപ്റ്റംബർ 15 തിരുവോണം. പട്ടിക്കാട് ചെമ്പൂത്രയിൽ വളം ഗോഡൌൺ വ്യാജേന പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ നിന്ന് 20,000-ഓളം ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. മണ്ണുത്തിയിൽ പിക്കപ്പ് വാനിൽ നിന്നും 1400 ലിറ്റർ സ്പിരിറ്റ് തൃശൂർ എക്സൈസ് സംഘം പിടികൂടി. മാതാമംഗലം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ന് സെപ്റ്റംബർ 15 തിരുവോണം. ഐതിഹ്യങ്ങൾ പലതുണ്ടെങ്കിലും ഓണം വിളവെടുപ്പിന്റെ ഉത്സവമാണ്. വറുതിയുടെ മാസം എന്നറിയപ്പെടുന്ന കർക്കിടകത്തിന് ശേഷം ചിങ്ങം വിളവെടുപ്പിന്റെയും കാർഷിക സമൃദ്ധിയുടെയും കാലമാണ്. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരാണ് യഥാർത്ഥത്തിൽ ഓണത്തിന്റെ താരം. ഓണവിഭവങ്ങളിൽ പ്രധാനമായി ചോറ്, ഓലൻ, ഇഞ്ചിപ്പുളി, രസം, പച്ചടി, സാമ്പാർ, അവിയൽ, പരിപ്പ് കറി, എരിശ്ശേരി, കാളൻ, കിച്ചടി, തോരൻ, പായസം തുടങ്ങിയവയ്ക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ കൃഷിയിറക്കുകയും വിളവെടുക്കുകയും ചെയ്യുന്ന കർഷകരെ ഓർക്കാത്ത ഓണം ഓണമല്ല. മനുഷ്യരെല്ലാവരും വ്യത്യാസങ്ങൾ മറന്ന് ഏക മനസ്സായി ഓണം ആഘോഷിക്കേണ്ടതല്ലേ? മഹാബലി ക്ഷേമത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണല്ലോ. ബലി എന്ന വാക്കിനർത്ഥം ദാനത്തെ പ്രതിനിധാനം ചെയ്യുന്നു. സ്വത്തും ധനവും എടുത്തു വെക്കേണ്ടതല്ല, പകർന്നു കൊടുക്കേണ്ടതാണ് എന്നതാണ് ധാർമ്മിക ചിന്ത. എല്ലാ സ്വത്തും ദാനം ചെയ്ത മഹാബലിയാണ് ഓണത്തിന്റെ കള്ളമില്ലാത്ത, ചതിയില്ലാത്ത, പൊളിവചനമില്ലാത്ത മനുഷ്യൻ. മാവേലി നാടിന്റെ ഓർമ്മയാണ് ഓണം. മാവേലിയുടെ നീതിബോധം നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ നിലപാടുകളെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ന് ഓണം ആഘോഷിക്കുന്ന രീതിയിൽ മാറ്റം വന്നിരിക്കുന്നു. നാട്ടുപൂക്കളെ പാടെ ഉപേക്ഷിച്ചിരിക്കുന്നു. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പഴയ ചിട്ടകൾ കൈവിട്ടിരിക്കുന്നു. വർത്തമാനകാലത്ത് കേരളം വല്ലാതെ അകന്നുപോയിരിക്കുന്നു. തട്ടിപ്പുകളും അന്യായങ്ങളും പരാക്രമങ്ങളും ഏറി വരുന്ന നാടായി കേരളം മാറിയിരിക്കുന്നു. ഗുണ്ടാവാഴ്ച, കൊലകൾ, ആത്മഹത്യകൾ, അസഹിഷ്ണുതകൾ, മയക്കുമരുന്ന് ഇതൊക്കെ നമ്മുടെ സ്വൈര്യ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു. ഇതിൽ നിന്നുള്ള ഒരു മോചനം നാം ഈ ഓണക്കാലത്ത് ആഗ്രഹിക്കുന്നില്ലേ? കള്ളപ്പറയും ചെറുനാഴിയും പൊളിവചനവുമില്ലാത്ത ഭദ്രവും സുരക്ഷിതവുമായ പൗരജീവിതം തിരിച്ചു വന്നു കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ഒരു പുതിയ മാവേലി നാടിൻ്റെ തിരിച്ചുവരവിനായി നമുക്കൊന്നായി പ്രാർത്ഥിക്കാം. പട്ടിക്കാട് ചെമ്പൂത്രയിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. വളം ഗോഡൌൺ എന്ന വ്യാജേന പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ നിന്നും 20,000-ഓളം ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. എക്സൈസ് ഇന്റലിജൻസും തൃശൂർ റേഞ്ചും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഗോഡൌൺ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെ മണ്ണുത്തിയിൽ എക്സൈസ് നടത്തിയ വാഹന പരിശോധനയിൽ സ്പിരിറ്റുമായി വന്ന പിക്കപ്പ് വാൻ പിടികൂടിയിരുന്നു. കാലിത്തീറ്റ ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ 1400 ലിറ്റർ സ്പിരിറ്റാണ് ഈ വാഹനത്തിൽ നിന്നും കണ്ടെത്തിയത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പട്ടിക്കാടുള്ള സ്പിരിറ്റ് ഗോഡൌണിനെ കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് എക്സൈസ് സംഘം പട്ടിക്കാട് ചെമ്പൂത്രയിൽ എത്തി നടത്തിയ പരിശോധനയിലാണ് വൻ സ്പിരിറ്റ് ശേഖരം കണ്ടെത്തിയത്. പട്ടിക്കാട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കോഫി ഹൗസിന് പുറകുവശത്തുള്ള ആളൊഴിഞ്ഞ കെട്ടിടത്തിലും വീട്ടിലുമായിട്ടായിരുന്നു സ്പിരിറ്റ് കന്നാസുകൾ സൂക്ഷിച്ചിരുന്നത്. 35 ലിറ്റർ സംഭരണശേഷിയുള്ള 500-ഓളം സ്പിരിറ്റ് കന്നാസുകളാണ് ഇവിടെ നിന്നും പിടിച്ചെടുത്തത്. സ്വകാര്യ വ്യക്തി വാടകയ്ക്ക് നൽകിയ കെട്ടിടത്തിലാണ് ഗോഡൌൺ പ്രവർത്തിച്ചിരുന്നത്. ഗോഡൌണിന്റെ നടത്തിപ്പുകാരെ കണ്ടെത്തുന്നതിനായി എക്സൈസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ സ്പിരിറ്റ് എത്തിച്ചതെന്നും എവിടേക്കെല്ലാമാണ് കൊണ്ടുപോയിരുന്നതെന്നും ഉൾപ്പെടെയുള്ളവ എക്സൈസ് അന്വേഷിക്കുന്നുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടർ സജീഷ് കുമാർ, AEമാരായ KC അനന്തൻ, TG മോഹനൻ, എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗം മുജീബ് റഹ്മാൻ, MD ബിജു, ലത്തീഫ്, CO മാരായ ഇർഷാദ് അരുൺ, തൗഫീഖ്, ബിനീഷ് ടോമി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. നെല്ലങ്കര മാർ എസ്തപ്പാനോ സഹദ പള്ളിയുടെ ഹാളിന്റെ മുൻവശം ഷീറ്റ് മേഞ്ഞ് ടൈൽസ് വിരിച്ച ഭാഗം വെഞ്ചരിപ്പ് നടത്തി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അഭിവന്ദ്യ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ
ഇടവക വികാരി റവറൻ ഡോക്ടർ മൈക്കിൾ വള്ളവന്ത്രയുടെയും റവറൻ ഫാദർ റിനോജ് ഡേവിഡ് മാമ്പുള്ളിയുടെയും സഹകാർമ്മികത്വത്തിൽ വെഞ്ചരിപ്പ് നടത്തി. ഇടവക കൈക്കാരന്മാർ ടി.പി. ബാബു, തിമോത്തി വടക്കൻ, സഭാ കൗൺസിൽ അംഗങ്ങളായ ഹെലൻ ബാബു, ജിൻസൺ പോൾ, ജി സേജെ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവകയിലെ വിശ്വാസികൾ പങ്കെടുത്തു. ദേശീയപാത മണ്ണുത്തിയിൽ പിക്കപ്പ് വാനിൽ കടത്താൻ ശ്രമിച്ച 1400 ലിറ്റർ സ്പിരിറ്റ് തൃശൂർ എക്സൈസ് സംഘം പിടികൂടി. വാഹനവും കസ്റ്റഡിയിലെടുത്തു. എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സ്പിരിറ്റ് പിടികൂടിയത്. മണ്ണുത്തിയിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന സർവീസ് റോഡിൽ നിർത്തിയിട്ട പിക്കപ്പ് വാഹനത്തിലെ പരിശോധനയ്ക്കിടയിലാണ് കാലിത്തീറ്റ് നിറച്ച വാഹനത്തിന്റെ അടിയിൽ നിന്ന് 35 ലിറ്ററിന്റെ 40 കന്നാസ് സ്പിരിറ്റ് പിടികൂടിയത്. എക്സൈസ് ഇൻസ്പെക്ടർ സജീഷ് കുമാർ, അസിസ്റ്റന്റ് ഓഫീസർമാരായ കെ.സി. അനന്തൻ, ടി.ജി. മോഹനൻ, പ്രിവന്റീവ് ഓഫീസർ മുജീബ് റഹ്മാൻ, എക്സൈസ് കമ്മീഷൻ സ്ക്വാഡ് അംഗം എം.ഡി. ബിജു, ലത്തീഫ്, സിഇഒമാരായ ഇർഷാദ് അരുൺ, തൗഫീഖ്, ബിനീഷ് ടോമി എന്നിവരാണ് സ്പിരിറ്റ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. മാന്നാമംഗലം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ വിവിധ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളി അങ്കണത്തിൽ നടത്തിയ പരിപാടികൾക്ക് വികാരി ഫാദർ ബേബി പോൾ പൂക്കുന്നിൽ, കൈസ്ഥാനി ജിജു പി വർഗീസ്, സെക്രട്ടറി ബാബു പെരുമാരിയിൽ, ചെറിയാൻ കൊല്ലമ്പിടിയിൽ, ബേബി മനയത്ത്, ജിബി വാരപ്പെട്ടിയിൽ, സജൻ പാറക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഓണാഘോഷത്തിന്റെ ഭാഗമായി പൂക്കളം ഒരുക്കൽ, കസേരകളി, സ്പൂൺ റേസ്, വടംവലി തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിച്ചു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. മുക്കാട്ടുകര ഗവൺമെന്റ് LP സ്കൂളിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം നൽകി. കൂടെയുണ്ട് ഞങ്ങളും എന്ന ക്യാമ്പയിനിൽ സംഘടിപ്പിച്ച പരിപാടി സ്കൂൾ HM വനജ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഫെൻസി ജോർജ്, SMC ചെയർമാൻ കാർത്തികേയൻ, അധ്യാപകരായ രദീപ്, ജിക്കി, സുമതി, സതി, പ്രീതി, സേബ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ.
സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വാർത്തകളിലേക്ക്. വിരുപ്പാക്ക സഹകരണ സ്പിന്നിംഗ് മിൽ അടച്ചുപൂട്ടിയിട്ട് 20 മാസം പിന്നിടുമ്പോൾ തൊഴിലാളികളും കുടുംബങ്ങളും പട്ടിണിയിലാണ്. തിരുവോണ ദിനത്തിൽ പട്ടിണി സമരം നടത്താനൊരുങ്ങുകയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ. കമ്പനിയുടെ നടത്തിപ്പിനായി സർക്കാർ പാസാക്കിയ 4 കോടിയോളം രൂപ ഇതുവരെയായിട്ടും അനുവദിച്ചിട്ടില്ല. കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ NCDC ലോൺ ഇനത്തിൽ മില്ലിന് ലഭിച്ച 30 കോടി രൂപയിൽ ധനവിനിയോഗത്തിന്റെ അപാകതയിൽ പല ജോലികളും പൂർത്തീകരിക്കാത്ത നിലയിലാണ്. ഇതിനാൽ കോടികളുടെ മിഷൻ പാർട്സുകളാണ് ഗോഡൌണിൽ പാക്കിംഗ് പൊട്ടിക്കാതെ തുരുമ്പെടുത്ത് നശിക്കുന്നത്. ഇതിലെ അഴിമതി പുറത്തു കൊണ്ടുവരണമെന്ന യൂണിയനുകളുടെ ആവശ്യവും ശക്തമാണ്. 35 വർഷത്തോളം പണിയെടുത്ത തൊഴിലാളികൾക്ക് സ്വന്തം അക്കൗണ്ടിലെ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് ലോൺ എടുക്കുവാനോ ഓൺലൈൻ വഴി അപേക്ഷ നൽകുവാനോ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. റിട്ടയർഡ് ചെയ്ത ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി ഇനത്തിൽ 2000 രൂപ നൽകുവാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായും അതിനായി 18 മുൻപ് അപേക്ഷകൾ അയക്കണമെന്ന സമാശ്വാസമുണ്ടെങ്കിലും കിട്ടിയാലേ കിട്ടിയെന്ന് പറയാനാകൂ. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള കൊടും അനാസ്ഥയാണ് ഇതിന്റെ പിന്നാമ്പുറത്തുള്ളത്. തൊഴിലാളികളെ ദുരിതത്തിലാക്കുന്ന ഈ പ്രവണതയ്ക്കെതിരെയും കമ്പനി ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ഓണദിനത്തിൽ പട്ടിണി സമരത്തിന് മുതിരുന്നത്. അടച്ചുപൂട്ടിയ മിൽ ഇപ്പോൾ വാനരന്മാരുടെ താവളമായി മാറിയപ്പോൾ പരിസരവാസികൾക്കും ഏറെ ദുരിതമാകുകയാണ്. അതിഥി തൊഴിലാളിയെ രക്ഷപ്പെടുത്തി. അടാട്ട് പഞ്ചായത്ത് അമ്പലംകാവിൽ പൊളിച്ചുകൊണ്ടിരിക്കുന്ന വീടിന്റെ കോൺക്രീറ്റ് മേൽക്കൂരയുടെ അടിയിൽ കാൽ അകപ്പെട്ട കൊൽക്കത്ത സ്വദേശിയായ ജസീറുദ്ദീൻ ഷെയ്ഖിനെയാണ് അതിസാഹസികമായി അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തിയത്. ചിയാരം സ്വദേശിയായ കുറുമാത്ത് രമേശ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ TS ഷാനവാസന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സജേഷ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വിൽസൺ, ജിബിൻ, ശിവദാസൻ, സുധൻ, രമേശ്, രാകേഷ് എന്നിവരാണ് സാഹസിക രക്ഷാപ്രവർത്തനം നടത്തി അതിഥി തൊഴിലാളിയുടെ ജീവൻ രക്ഷപ്പെടുത്തിയത്. സൗഹൃദ പടവരാട് സെന്ററിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ടോണി തോമസ് അധ്യക്ഷത വഹിച്ചു. ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഒല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ TP ഫർഷാദ് നിർവഹിച്ചു. കുട്ടനല്ലൂർ ഡിവിഷൻ കൗൺസിലർ ശ്യാമള വേണുഗോപാൽ, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സാലി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി വടംവലി മത്സരവും പൂക്കള മത്സരവും നടന്നു. സെക്രട്ടറി ആൻഡോ ജോസ്, ട്രഷറർ ബിബിൻ ബേബി, CP ഷാജൻ, ഫ്രിജോ ഫ്രാൻസിസ്, റിനോയ് KL, സിൻഡോ, ജിജോ PJ, ബിജു MV, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ക്ലബ്ബ് മെമ്പർമാർ എന്നിവർ നേതൃത്വം നൽകി. ലാൽ ചിറമ്മൽ നന്ദി പറഞ്ഞു. ഒരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി.
നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. തൃശൂർ കോർപ്പറേഷനിലെ 22ാം ഡിവിഷൻ ചേലക്കോട്ടുകര ജംഗ്ഷനിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം മേയർ MK വർഗീസ് നിർവഹിച്ചു. കൗൺസിലർ ശ്രീമതി മേഴ്സി അജി അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. കമ്മിറ്റി അംഗം CR ആൻഡോസ് സദസ്സിനെ സ്വാഗതം ആശംസിച്ചു. തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ നിരവധി ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം കുടിവെള്ളവും വെളിച്ചവും ജനങ്ങളിലേക്ക് എത്തിക്കുകയെന്നതാണ്. കൗൺസിലറുടെ ഈ ആവശ്യം അംഗീകരിച്ച് നടപ്പിലാക്കുകയാണ് ഉണ്ടായതെന്ന് ഉദ്ഘാടന വേളയിൽ മേയർ പ്രസംഗിച്ചു. ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുവാൻ സ്ഥലം വിട്ടുകൊടുത്ത CV ജോസിനെ ചടങ്ങിൽ മേയർ പൊന്നാടയണിയിച്ച് അനുമോദിച്ചു. വളർക്കാവ് ഡിവിഷൻ കൗൺസിലർ ശ്രീ സുനിൽ രാജ് EV, ഡിവിഷൻ പ്രസിഡന്റ് മോഹൻ ഇമ്മട്ടി, ബിജു എടക്കളത്തൂർ, അഡ്വക്കേറ്റ് ഡോക്ടർ KJ കുഞ്ഞിപ്പാലു, ജേക്കബ് ചിറയത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. അജി ആന്റണി കൃതജ്ഞത രേഖപ്പെടുത്തി. സനു അജി, അഭിലാഷ്, ആന്റണി, ദീപു, വിനോദ്, സെബി ഇരമ്പൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നവതൂലിക 9ാമത് സാഹിത്യ സംഗമവും പുസ്തക പ്രകാശനവും അരങ്ങേറി. യുവകവി വിഷ്ണു പകൽക്കുറി നേതൃത്വം നൽകുന്ന നവതൂലിക കലാസാഹിത്യവേദിയുടെ 9ാമത് സാഹിത്യ സംഗമവും പുസ്തക പ്രകാശനവും കേരള സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ മന്ദിരത്തിൽ അരങ്ങേറി. ബിനാജ് ഭാർഗവി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രാവണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ രംഗത്ത് ഓൺലൈൻ സാഹിത്യ സംഘടനകൾ മഹനീയമായ നേട്ടം കൈവരിച്ചിരിക്കുന്നു. ഇതിൽ 1ാമത്തെ നേട്ടം വനിതകളുടെ മുന്നേറ്റമാണ്. സാഹിത്യത്തിൽ ഏറ്റവും ശ്രദ്ധേയം നോവലുകൾ ആണെങ്കിലും സത്ത അടങ്ങുന്നത് കവിതയിലാണെന്നും മുഖ്യപ്രഭാഷണത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. സാഹിത്യകാരി നിഖില സമീർ എഡിറ്റ് ചെയ്ത ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമായ ശ്രാവണ സുഗന്ധം ഡോക്ടർ C രാവണി സിനി ആർട്ടിസ്റ്റ് ഗ്രീഷ്മ രാമചന്ദ്രന് നൽകി പ്രകാശനം ചെയ്തു. എഴുത്തുകാരായ രമ്യ മഠത്തിൽ തൊടി, ഉണ്ണികൃഷ്ണൻ ബാലരാമപുരം എന്നിവർ ചേർന്ന് എഡിറ്റിംഗ് നിർവഹിച്ച പ്രേമനഗരത്തിലെ വിപ്ലവക്കാറ്റ് കലാഭവൻ മണികണ്ഠൻ കവിയും പബ്ലിഷറുമായ പ്രസാദ് കുറ്റിക്കോടിന് നൽകി പ്രകാശനം ചെയ്തു. സജിനി മനോജ് എഡിറ്റ് ചെയ്ത കഥയോരം 2024 നോവലിസ്റ്റും ചെറു കഥാകൃത്തുമായ TK ഗംഗാധരൻ ദീപരാജ് സോമനാഥന് നൽകി പ്രകാശനം ചെയ്തു. എഴുത്തുകാരി ഷീജ രാധാകൃഷ്ണൻ എഡിറ്റ് ചെയ്ത മഴത്തുള്ളി കവിതകൾ എഴുത്തുകാരി സ്മിത കോടനാട് നവതൂലിക വൈസ് പ്രസിഡന്റ് ബിനാജ് ഭാർഗവിക്ക് നൽകി പ്രകാശനം ചെയ്തു. വരകൾ കൊണ്ട് വിസ്മയം തീർത്ത യുവപ്രതിഭ PR ശിവാനിയും പ്രവാസിയും അവതാരകയുമായ നിലാവും കഥയോരം 2024 സസ്നേഹാദരവുകൾ ഏറ്റുവാങ്ങി. ദീപരാജ് സോമനാഥൻ, പ്രസാദ് കുറ്റിക്കോട്, ബിനോജ് ഭാർഗവി, H അൻവർ ഹുസൈൻ, ഷഹന സഹിൽ, റുക്സാന ഇർഷാദ്, ഫസീല നൂറുദ്ദീൻ എന്നിവർ പുസ്തകം സ്വീകരിച്ച് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അജികുമാർ നാരായണൻ, എളവൂർ വിജയൻ, രാജേശ്വരി മേനോൻ, C മുരളീധരൻ, പ്രസിഡന്റ് വിഷ്ണു പകൽക്കുറി, സെക്രട്ടറി സജിനി മനോജ്, രേവതി സുരേഷ്, രാജു പുത്തന്നൂർ, അനൂപ് കടമ്പാട്ട് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നിലാവ് അവതാരകയായിരുന്നു. രേവതി സുരേഷ് സ്വാഗതവും രാജു പുത്തന്നൂർ കൃതജ്ഞതയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് സെപ്റ്റംബർ 15 തിരുവോണം. പട്ടിക്കാട് ചെമ്പൂത്രയിൽ വളം ഗോഡൌൺ വ്യാജേന പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ നിന്ന് 20,000-ഓളം ലിറ്റർ സ്പിരിറ്റ് പിടികൂടി.
മണ്ണുത്തിയിൽ പിക്കപ്പ് വാനിൽ നിന്നും 1400 ലിറ്റർ സ്പിരിറ്റ് തൃശൂർ എക്സൈസ് സംഘം പിടികൂടി. മാതാമംഗലം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.